നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രദേശം സന്ദർശിക്കാൻ നിരവധി പേർ ഓരോ ദിവസവുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടു മുൻപ് രാഹുൽ ഗാന്ധി, ഇന്നലെ മോഹൻലാൽ, ഇന്നിതാ സുരേഷ് ഗോപി. അങ്ങനെ ഓരോരുത്തരും എത്തുന്നു. ഈ വരുന്നവരുടെ പുറകെ നടക്കാനാണ് പലർക്കും നേരം. പക്ഷേ അപ്പോഴും രക്ഷയ്ക്കായി ഒരു മലയ്ക്കപ്പുറത്തേക്ക് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു സത്യം അവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ എത്തിയതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ അല്ലാതെയും നിരവധി ആളുകൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ചർച്ചയായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പ്രദേശം സന്ദർശിക്കാനായി മാത്രം അവിടെ പോകരുത് എന്ന UN ഉദ്യോഗസ്ഥനായ മുരളി തുമാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനായി മാത്രം ആളുകൾ പോകുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. പരിശീലനം ലഭിച്ചവർ മാത്രമാണ് അവിടെ ഉണ്ടാകേണ്ടത്. അല്ലാത്തവർ അവിടെ ഇപ്പോൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. മുരളി തുമാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ദുരന്ത സ്ഥലം സന്ദർശിക്കുമ്പോൾ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്ഥിരം കിട്ടിയിരുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ സഹായത്തിനായി വരട്ടെ, എന്ത് സഹായമാണ് താങ്കൾക്ക് ദുരന്ത പ്രദേശത്ത് ചെയ്യാൻ സാധിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്തും ചെയ്യാൻ റെഡിയാണ്. ദുരന്ത പ്രദേശം പ്രത്യേകമായ സ്കില്ലുകൾ വേണ്ട പ്രദേശമാണ്. അവിടെ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും, ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും കുറച്ച് പരിചയത്തിന്റെ ആവശ്യമുണ്ട്. ദുരന്തങ്ങൾ നേരിൽ കാണുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള മനസാന്നിധ്യം, ദുരന്തത്തിൽ അകപ്പെട്ടവരോട് തന്മയ ഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ എന്നോട് ആവശ്യം പറയുന്നവരോട് ഞാൻ പറയാറുള്ളത് ഇതാണ്: ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ്. ദുരന്തത്തിൽപ്പെട്ടവർ ആവശ്യമായ സഹായം പറ്റുമെങ്കിൽ പണമായും, അതും സർക്കാർ വഴി അല്ലെങ്കിൽ വിശ്വാസമുള്ള സംഘടനകൾ വഴി നൽകുക. പലർക്കും ഇത് വിഷമമായി തോന്നും, പക്ഷേ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദുരന്തമുഖത്തുള്ള ജോലി പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ്. അവരെ സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകരാകാം. ദുരന്തമുഖത്തെ ആവശ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ളവർ വേണം. ദുരന്തമുഖത്ത് മാധ്യമങ്ങളുടെ ആവശ്യമുണ്ട്. കാരണം ദുരന്തത്തിന്റെ വ്യാപ്തി ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് വേണ്ട സഹായങ്ങൾ വരുന്നത്. രക്ഷാപ്രവർത്തനത്തിലോ മറ്റു കാര്യങ്ങളിലോ പോരായ്മയുണ്ടെങ്കിൽ അതും പുറം ലോകം അറിയേണ്ടതുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തനം പാടില്ല. ദുരന്തമുഖത്ത് ജോലി ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസം പകരുവാനും ദുരന്തത്തിൽ അകപ്പെട്ടവരെ അവർക്ക് ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധം കൊടുക്കുവാനും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ തന്നെ എത്തുന്നത് ശരിയാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് പരമാവധി തടസ്സമുണ്ടാകാതെ അധിക മാധ്യമ സംഘങ്ങൾ ഇല്ലാതെയായിരിക്കണം. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് വരുന്നതിന് മുൻപ് സ്വയം ചിന്തിക്കണം: ഞാൻ അവിടെ എത്തുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് സഹായമാകുമോ അതോ ബുദ്ധിമുട്ടാകുമോ എന്ന്. നമ്മൾ ദുരന്തമുഖത്ത് ഓടിയെത്തുന്നത് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തണമെന്നോ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാകുമെന്നോ തോന്നിയാൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മറ്റുള്ളവർ തിരക്കിടേണ്ട കാര്യമില്ല. വേറെയും വിഷയങ്ങൾ വരും. മാധ്യമങ്ങളൊക്കെ അവിടെയും നിന്നും പോകും. അന്നും ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ദുരിതം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് ആശ്വാസമായി പോകാനുള്ള ഓർമ്മയും മനസ്സും ഉണ്ടെങ്കിൽ അതാണ് നല്ല കാര്യം. ശിരൂരിലെ ദുരന്തമുഖത്തോ അവരുടെ വീട്ടുകാരുടെ അടുത്തോ ഒക്കെ നാം ആരെങ്കിലും കാണുന്നുണ്ടോ ഇപ്പോൾ ആരെങ്കിലും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ തുമാരക്കുടി ചോദിച്ചിരിക്കുന്നത്. തുമാരക്കുടി മാത്രമല്ല, ഇത്തരത്തിൽ വിമർശനവുമായി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരും എത്തുകയാണ്. ശോഭാ സുരേന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് ബേലി പാലം 1.5 മണിക്കൂറോളം അടച്ചിട്ടു. രാഹുൽ ഗാന്ധി മാത്രമല്ല, മോഹൻലാൽ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും സമാനമായ രീതിയിലായിരുന്നു ബേലി പാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ ബേലി പാലം അടച്ചിട്ടുന്നത് കൊണ്ട് എന്താണ് ഇവർക്ക് നേട്ടം ഉണ്ടാകുന്നത്? ചെളിയിലാണെങ്കിൽ ചെളിയിൽ ഇറങ്ങുക, മണ്ണിലാണെങ്കിൽ മണ്ണിൽ ഇറങ്ങുക, വെള്ളത്തിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങുക, ഇറങ്ങി ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക. അല്ലാതെ കാറിൽ വന്നിട്ട് പോകാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മോഹൻലാലിന്റെ കാര്യം പോട്ടെ, വിട്ടേക്കാം. പക്ഷേ MP കൂടി ആയിരുന്ന ഇവിടുത്തെ ആളുകളുടെ വോട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കൂടി ചെയ്ത അത് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് എന്ന പലതരത്തിലുള്ള ചോദ്യം ഒക്കെ തന്നെ ഉയർത്തുകയാണ്. എന്തായാലും ഇന്നിതാ സുരേഷ് ഗോപി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി, അറിയാം. പക്ഷേ അപ്പോഴും മാധ്യമ ശ്രദ്ധ അവിടേക്ക് തിരിയുന്നു. സുരേഷ് ഗോപിയെ വലിയ സുരക്ഷാ കവചം ഒരുക്കാൻ ആർമി അടക്കമുള്ള സംഘങ്ങൾ അണിനിരക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോഴും മാതൃകയായി മാറുന്നത് ജോർജ് കുര്യനാണ്. കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹം ദുരന്തം സംഭവിച്ച ആദ്യ ദിവസങ്ങൾ തന്നെ ഓടിയെത്തി. മാധ്യമങ്ങളെ വിളിച്ചില്ല, ഒരാൾക്കാരെ വിളിച്ചില്ല, ബൈറ്റ് കൊടുക്കാൻ നിന്നില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ മുണ്ടും മടക്കി കുത്തി ചെളിയിലിറങ്ങി ആവശ്യക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹം മുതിർന്നു.
പാർട്ടി ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിനൊപ്പം നിന്നു. ഫയർഫോഴ്സ് അംഗങ്ങളും ആർമി ഉദ്യോഗസ്ഥരും എല്ലാം അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ ഒരിക്കൽ പോലും 1 മണിക്കൂർ നേരത്തേക്കോ അരമണിക്കൂർ പോലോ 1 നിമിഷം പോലോ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി കൂടിയായ അദ്ദേഹം അവിടെ എത്തിയതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചില മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും മോഹൻലാൽ അവിടെ കഴിഞ്ഞ ദിവസം എത്തിയതിൽ വിമർശനമുണ്ട്. മോഹൻലാലിന് മാത്രമല്ല മേജർ രവിക്ക് അടക്കം രൂക്ഷമായ വിമർശനം. ഇത് മേജർ രവിയല്ല മൈനർ രവിയാണ് അടക്കമുള്ള കാര്യങ്ങൾ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നേരിടുകയാണ്. മാത്രമല്ല മേജർ രവി ഈ യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്ന തരത്തിൽ പരാതി വന്നിരിക്കുകയാണ്. അത് കേസായി പോകാനുള്ള സാധ്യതയും ഏറുകയാണ്. എന്തായാലും ദുരന്തമുഖത്ത് നിന്നും ഇത്തരം ചില വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്.